ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ കൊട്ടേഷൻ നേടിയെടുത്തതിന്റെ സന്തോഷത്തിൽ അവിടെ നിന്ന് ശ്രീനിവാസും കൃഷ്ണയും നിൽക്കുമ്പോൾ തനിക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നതിന്റെ നിരാശയിൽ അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു സിത്താര. കാറിലേക്ക് കയറാൻ സിത്താര പോകുമ്പോൾ പിന്നാലെ ഓടിയെത്തിയ കൃഷ്ണ പിന്നിൽ നിന്ന് സിത്താര മേഡം എന്ന് വിളിച്ചു. സിത്താര പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ കൃഷ്ണ പറഞ്ഞു, മേഡം, ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഇങ്ങനൊരു കാര്യം അച്ഛൻ ചെയ്യുമെന്ന്. ഒട്ടും ഇതൊരിക്കലും ഞാൻ അറിഞ്ഞതോ ആഗ്രഹിച്ചതോ അല്ല മേഡം, എന്നോട് ക്ഷമിക്കണം, എന്നെ തെറ്റിദ്ധരിക്കല്ലേ എന്ന് പറഞ്ഞ് കൃഷ്ണ തന്റെ സഹായാവസ്ഥയും താനതിൽ നിരപരാധിയാണെന്നും സിതാരയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് സിതാര കൃഷ്ണയെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു എൻ്റെ മോളെ പോലെ. പക്ഷേ നീ ഇപ്പൊ ചെയ്തത്, നീ നിന്റെ അച്ഛൻ്റെ ഒപ്പം നിന്ന് നീ എന്നെ ചതിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു ചതി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇതിനെനിക്ക് നിന്നോട് ഒരിക്കലും പൊറുക്കാനാവില്ല എന്ന് പറഞ്ഞ് ഇതിനുള്ള തിരിച്ചടി നിന്റെ അച്ഛനെ നീ വിശ്വസിച്ച് നിൽക്കുകയാണെങ്കിൽ അതിനുള്ള തിരിച്ചടി ഒരിക്കൽ നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ, ഹോ, അങ്ങനെയൊക്കെ വേണോ മേഡം എന്ന് ചോദിച്ച് ശ്രീനിവാസ് അവിടേക്ക് എത്തി. എന്നാൽ ശ്രീനിവാസും സിതാരയും തമ്മിലുള്ള സംസാരം അപ്പുറത്ത് മാറി നിന്ന് മൂർത്തി കൃത്യമായി ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ രണ്ടുപേരും സംസാരിക്കുന്നതിനിടയിൽ ശ്രീനിവാസനെ വെല്ലുവിളിക്കുകയാണ് സിതാര. ഇപ്പോ ഈ സിതാര ശ്രീനിവാസന് ഒരു തോൽവി ഉണ്ടായേക്കാം, പക്ഷെ എന്നേക്കുമായി നിങ്ങൾക്ക് മുന്നിൽ അടിയറവ് വെച്ചു എന്ന് നിങ്ങൾ കരുതണ്ട. ഇതിനുള്ള തിരിച്ചടി നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുമെന്ന് ശ്രീനിവാസനെ വെല്ലുവിളിക്കുമ്പോൾ ശ്രീനിവാസ് ചിരിച്ചുകൊണ്ട് ശരി ആയിക്കോട്ടെ എന്നറിയിച്ചു. ഉടനെ അവിടുന്ന് സിതാരയും സിനിയും കൂടി കാൽ കയറി പോകുമ്പോൾ കൃഷ്ണയോട് ശ്രീനിവാസ് പറഞ്ഞു, മോളെ, കണ്ടില്ലേ, നമ്മൾ ഇവിടെ വിജയിച്ചു എന്ന ആ ഒരു വേദന നമുക്ക് മുന്നിൽ, അല്ലെങ്കിൽ എനിക്ക് മുന്നിൽ അവൾക്ക് തോൽക്കേണ്ടി വന്നതിന്റെ നിരാശയാണ് ഇപ്പോ സിതാര ശ്രീനിവാസിന്റെ മുഖത്ത് കാണുന്നത്. ബിസിനസ്സിൽ ഇതുപോലെയുള്ള തോൽവിയും വിജയവും ഒക്കെ സ്വാഭാവികമാണ് എന്ന് ശ്രീനിവാസ് അറിയിച്ചു. അതെല്ലാം പറഞ്ഞുകൊണ്ട് കൃഷ്ണയോട് നമുക്ക് ഇറങ്ങിയാലോ എന്ന് അന്വേഷിച്ചപ്പോ ശരിയെന്ന് സമ്മതിച്ചു. ഈ സമയത്താണ് മൂർത്തിയുടെ ഫോണിലേക്ക് സത്യവതി വിളിച്ചത്. എന്തായി മൂർത്തി കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോ ഉടനെ മൂർത്തി പറഞ്ഞു, ഇവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായെന്നാണ് പറയാൻ പറ്റുള്ളൂ. കാരണം ശ്രീനിവാസ് തന്നെ ഈ ഒരു കൊട്ടേഷൻ നേടി. ഇവിടുത്തെ പ്രോജക്റ്റിന്റെ കൊട്ടേഷൻ വെച്ചതിൽ ശ്രീനിവാസ് തന്നെ വിജയായി എന്നറിയിച്ചു. പിന്നെ അതിൽ വേറൊരു വിശേഷപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഇന്ന് സിത്താരയും എത്തിയിട്ടുണ്ടായിരുന്നു. ശ്രീനിവാസും സിത്താരയും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടൽ തന്നെ ഇവിടെ നടന്നിട്ടുണ്ട്. രണ്ടുപേർക്കും പരസ്പരം വല്ലാത്ത വൈരാഗ്യവും വിദ്വേഷവും ഉള്ളതുകൊണ്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുകയും രണ്ടുപേരുടെ മനസ്സിലെ പക നമ്മൾ രണ്ടുപേരെയും തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് കൊണ്ട് ആ പകയും വൈരാഗ്യവും ഇപ്പോഴും അവരുടെ മനസ്സിൽ കെടാതെ അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നതാണ് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് മൂർത്തി അറിയിക്കുമ്പോൾ അത് കേട്ടതോടെ സത്യവതി പറഞ്ഞു, മൂർത്തി, എന്നാൽ നീ ഒരു കാര്യം ചെയ്യും. ഇപ്പോ കൊട്ടേഷൻ അവൻ നേടിയെങ്കിലും ഇപ്പോ സിതാര വെല്ലുവിളി ഉയർത്തി നിർത്തിയിരിക്കുകയാണല്ലോ. നമുക്ക് ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞത് സിതാരയുടെയും അനിയൻ കുഞ്ഞിന്റെയും ഇടയിൽ കൃത്യസമയത്ത് നമുക്ക് കളിക്കാൻ സാധിച്ചതുകൊണ്ടാണ് അവരെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാനും ഇങ്ങനെ അകറ്റി നിർത്താനും സാധിച്ചത്. അതുകൊണ്ട് ഇനിയും അത് തന്നെ തുടരണം. എത്രയും വേഗം ഇന്ദ്രനെ വിളിച്ച് കാര്യം എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞു. മൂർത്തി ഉടനെ ഫോൺ വെച്ചതും ഇന്ദ്രനെ വിളിച്ചപ്പോ ഇന്ദ്രൻ പറഞ്ഞു, മനസ്സിലായി, ഇന്നത്തെ ആ കൊട്ടേഷൻ ശ്രീനിവാസൻ തന്നെ നേടിയല്ലേ. എന്നാൽ സിതാര വെല്ലുവിളി ഉയർത്തി അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണല്ലോ. ഇനി ചെയ്യേണ്ടത് കൃത്യമായിട്ടും ഞാൻ ചെയ്തോളാം. ഞാൻ അതിനെ സജിയെ വിളിച്ചിട്ടുണ്ട്. മൂർത്തി സജിയെ വിളിച്ച് സംസാരിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ അവർ നടപ്പിലാക്കിക്കോളും എന്നറിയിച്ചു. ശരിയെന്ന് പറഞ്ഞ് മൂർത്തി ഫോൺ വെച്ചതിന് ശേഷം സജിയെ വിളിച്ചു. സജി പറഞ്ഞു, ഞാൻ സാറ് വിളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുകയാണ്. ഉടനെ തന്നെ സിതാരയും പിയും കൂടി ഇതുവഴി വരും എന്ന് പറഞ്ഞപ്പോ ഇനി കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ നീക്കാൻ. സിതാരയെ ആക്രമിക്കാൻ ചെല്ലുന്നതിന് മുൻപേ തന്നെ ശ്രീനിവാസാണ് അവരെ പറഞ്ഞയച്ചെന്ന്, നിങ്ങളെ പറഞ്ഞയച്ചെന്നുള്ള ഒരു ധാരണ അവരിൽ ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് അങ്ങനെ ഒരു തോന്നൽ അവരിലേക്ക് ഉണ്ടാക്കണം. അത് ആ കാര്യം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോണം എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഞാൻ ഏറ്റു സാർ. ഞങ്ങൾ അടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ കാര്യം അവരെ അറിയിച്ചോളാം. ശ്രീനിവാസന് വേണ്ടിയാണ് ഞങ്ങൾ ഈ അടി നടത്തുന്നതെന്ന്. അതറിഞ്ഞാൽ പിന്നെ ഒന്നും സിതാര സംശയിക്കുകയൊന്നും ഇല്ലല്ലോ. അവര് തമ്മിലുള്ള വിദ്വേഷവും പകയും ഇരട്ടി ആയിക്കോളും. അത് ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞു ഫോൺ വെച്ചു. സിതാരയും സിനിയും കൂടി യാത്ര പുറപ്പെട്ടപ്പോൾ വഴി ബ്ലോക്ക് ആയതോടെ അവർക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുത്ത ആ വഴിയിലൂടെ അവർ പോരുന്നു. ഈ സമയത്ത് കൃഷ്ണയും ശ്രീനിവാസും കൂടി വീട്ടിലേക്ക് പോരുന്ന സമയത്ത് അവര് വഴിപ്പണി ഉള്ളത് കൊണ്ട് വഴി ക്ലോസ്ഡ് എന്ന് കണ്ടു. അവരും വഴി തിരിച്ച് വേറെ വഴിയിലൂടെ പോകുമ്പോൾ കുറച്ച് ചുറ്റിക്കറങ്ങണമെങ്കിലും നേരെ തന്നെ ബൈപ്പാസിലേക്ക് ചെന്ന് കയറാമെന്ന് അവിടെയുള്ള ഒരു അയൽവാസി അറിയിച്ചു. അങ്ങനെ ആ നാട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് കൃഷ്ണയും ശ്രീനിവാസും അവിടുന്ന് പുറപ്പെട്ടു. ഈ സമയം
സിത്താരയും സിനിയും കൂടി യാത്ര ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ പിന്നാലെ ആ ബൈക്കുകാർ സജിയും സംഘവും പിന്തുടർന്ന് വരികയാണ്. ഇത് കണ്ടതോടെ സിനി പറഞ്ഞു, മേഡം കുറെ നേരമായിട്ട് നമ്മുടെ കാറിനെ ഫോളോ ചെയ്ത ഒരു കൂട്ടം ആളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ സിത്താര പറഞ്ഞു, പേടിക്കേണ്ട സിനി, ഒരുപക്ഷെ നമ്മളെ പോലെ വഴിതെറ്റി വന്നവരായിരിക്കും, അല്ലെങ്കിൽ വഴി ബ്ലോക്ക് ആയതുകൊണ്ട് ബൈപ്പാസിലേക്ക് കയറാനായി വഴിതിരിച്ചു വരുന്നവരായിരിക്കാം, ടെൻഷൻ ആവേണ്ട എന്ന് പറഞ്ഞപ്പോ വേഗം തന്നെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോ സിനി പറഞ്ഞു, ഈ ഒരു റൂട്ടാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആരും അറിയുകയില്ല മേഡം, അതാണ് എന്ന് പറഞ്ഞപ്പോ സാരയില്ല സിനി, സിനി പേടിക്കണ്ട എന്ന് പറഞ്ഞ് സിനിയെ സമാധാനപ്പെടുത്തി സിതാര അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കാറിന് മുന്നിലേക്ക് അവര് ഓവർടേക്ക് ചെയ്ത് വണ്ടി നേരെ മുന്നിൽ കൊണ്ടുവന്ന് അങ്ങ് ചവിട്ടി നിർത്തി. പെട്ടെന്ന് അവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സജിയും സംഘവും സിത്താര ഇരിക്കുന്നിടത്തേക്ക് എത്തി. ആ കാറിന്റെ ഡോറിൽ മുട്ടി വിളിച്ചു. വേഗം വാതിൽ തുറക്കടി എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഒടുവിൽ അവരുടെ ബഹളം കൂടുന്ന കണ്ടപ്പോൾ സിത്താര സിനിയോട് പറഞ്ഞു, സിനി കാറിനകത്ത് തന്നെ ഇരുന്നാൽ മതി. അങ്ങനെ പറഞ്ഞുകൊണ്ട് സിത്താര വേഗം പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും സജിയും കൂട്ടരും വന്ന അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, നീ ആരാടി? നീയാണോ സിത്താര? നീയെ ശ്രീനിവാസ് സാറിനെ വെല്ലുവിളിച്ചത് കേട്ടല്ലോ. ശ്രീനിവാസ് സാറിനെ വെല്ലുവിളിച്ചിട്ട് അങ്ങനെ ഒരുത്തിയും ഇവിടെ നിന്ന് തലയുയർത്തി പിടിച്ച് പോകണ്ട, നിന്നെ തീർത്ത് കളഞ്ഞേക്കാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് അവര് സിത്താരയെ കൊല്ലാനായിട്ട് കയ്യിലിരുന്ന വടിവാളെടുത്ത് വീശാൻ തുടങ്ങിയപ്പോഴേക്കും അവര് ആ വടിവാളെടുത്ത് ഉയർത്തി സിതാരയുടെ ദേഹത്തേക്ക് കൊള്ളിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അയാളുടെ കൈ തട്ടി മാറ്റി ആ വടിവാള് ദൂരേക്ക് എറിയുന്നു. ഇതാരാണ് ഈ കൃത്യസമയത്ത് അവിടെ വന്ന് ഇടപെട്ടതെന്ന ഞെട്ടലോടെ സിതാര നോക്കുമ്പോൾ ശ്രീനിവാസ മുന്നിലേക്ക് കയറി വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ആ ഗുണ്ടകളുമായി പൊരിഞ്ഞ ഒരു പോരാട്ടം തന്നെ അവിടെ നടക്കണം. ശ്രീനിവാസും ഗുണ്ടകളും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടൽ. അടുത്ത് ശ്രീനിവാസിനെ ഭയപ്പെടുത്താനായി ഗുണ്ടകൾ പാഞ്ഞെടുക്കുന്നത് കണ്ട് സഹിക്കാനാകാതെ കൃഷ്ണയും ഇടയിൽ കയറി അവിടെ കിടന്ന ഒരു വലിയൊരു തടിക്കഷ്ണം കയ്യിലെടുത്തുകൊണ്ട് അത് വെച്ച് ഗുണ്ടകളെ നേരിടുകയാണ് കൃഷ്ണ. അങ്ങനെ കൃഷ്ണയും ശ്രീനിവാസും ചേർന്ന് ഗുണ്ടകളെ എല്ലാം അടിച്ച് അവിടെ നിന്ന് ഓടിച്ചു. അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കും സിത്താരയും സിനിയും കാറിൽ കയറി പോകാനായിട്ട് സിത്താര പറഞ്ഞു, വാ സിനി പോകാം എന്ന് പറഞ്ഞ് കാറിലേക്ക് കയറാൻ സിത്താര ശ്രമിക്കുമ്പോൾ കൃഷ്ണ അടുത്തു നിന്ന് വിളിച്ചു, ഹലോ മേഡം ഒന്ന് നിന്നേ, ഇതെന്താ ഇത്? ഇവിടെ ഇത്രയേറെയൊക്കെ സംഭവിച്ചിട്ട് ഒരു നന്ദി വാക്ക് പോലും പറയാറങ്ങ് പോവാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും സിത്താര പറഞ്ഞു, ഓ ശരി, അത് ശരിയാണല്ലോ. അതെ, എന്നെ രക്ഷിച്ചതിന് മിസ്റ്റർ ശ്രീനിവാസനോട് നന്ദി പറയുന്നു, ഒരുപാട് നന്ദി എന്ന് ശ്രീനിവാസനോട് സിത്താര പറയുമ്പോൾ ശ്രീനിവാസ് അതൊന്നും കേട്ടില്ല എന്നുള്ള ഭാഗത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ കൃഷ്ണ അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ കൃഷ്ണയോട് സിതാര പറഞ്ഞു, അതെ, ഇങ്ങനെയൊരു അപകടം തന്നെ എന്റെ പിന്നാലെ ഉണ്ടായപ്പോ കൃത്യമായി വന്ന് രക്ഷിച്ചല്ലോ. പക്ഷേ ഇതിനായിട്ട് ഇവരെ പറഞ്ഞയച്ച, ഈ കൊട്ടേഷൻ നൽകി പറഞ്ഞയച്ച ആളും വലിയൊരു ധൈര്യശാലിയും വലിയൊരു തന്റേടിയും ഒരു കരുത്തുറ്റ ഒരു മനുഷ്യനും തന്നെയാണ്. അയാളുടെ പേരാണ് മിസ്റ്റർ ശ്രീനിവാസ് എന്ന്. അത് കേട്ടതും ശ്രീനിവാസ് ഞെട്ടി. കൃഷ്ണയും ആകെ ഞെട്ടലോടെ നോക്കുമ്പോൾ സിതാര പറഞ്ഞു, അതെ, നിങ്ങൾ ഏർപ്പാട് ചെയ്ത ആളുകളാണല്ലോ ഇപ്പൊ എന്നെ വന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഞങ്ങൾ വരുന്ന വഴി ഡൈവേർട്ട് ചെയ്ത് പോയപ്പോ ആ വഴി നിങ്ങളും കൃത്യമായി തന്നെ ഇവിടെ വന്നെത്തി. അവരെ ഞങ്ങളെ തീർക്കാനായി താൻ ഏർപ്പാട് ചെയ്ത സ്ഥലത്ത് നിന്ന് ഞങ്ങളെ പിന്തുടർന്ന് അവർ ഇവിടെ എത്തിച്ചേർന്നു. ഒടുവിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ എന്നെ വകവരുത്താനായി അവർ ശ്രമിച്ചപ്പോ ഒരു സംരക്ഷകന്റെ വേഷം കെട്ടി മുന്നിൽ വന്ന് അവതരിച്ചു. കൂടെ മോളുണ്ടല്ലോ, അപ്പോ മോൾക്ക് ഒരിക്കലും സംശയം തോന്നാൻ പാടില്ലല്ലോ അല്ലെ എന്നൊക്കെ സിത്താര ചോദിക്കുമ്പോൾ ശ്രീനിവാസ് പറഞ്ഞു, സിത്താര താൻ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? ഉടനെ അടുത്ത് വന്ന കൃഷ്ണ പറഞ്ഞു, അതെ മേഡം, അച്ഛൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ കൃഷ്ണയുടെ അടുത്തേക്ക് വന്ന സിത്താര പറഞ്ഞു, അതെ, നീ നിന്റെ അച്ഛനെ വിശ്വസിക്കായിരിക്കും, പക്ഷെ ഒരിക്കൽ ഞാൻ ഇയാളെ വിശ്വസിച്ചതാണ്, അതിനുള്ള ഫലവും എനിക്ക് കിട്ടി. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ഇയാളെ കണ്ണുമടച്ച് നീ വിശ്വസിച്ചാൽ നിനക്കും ഇതുപോലെ തിരിച്ചടി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് കൂടെ നിൽന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞ് സിത്താര കാറും എടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ ഇത് കണ്ട കൃഷ്ണ സങ്കടത്തോടെ ശ്രീനിവാസന്റെ അരികിലേക്ക് ചെന്നു. അച്ഛാ, എന്താ അച്ഛാ ഇത് എന്ന് ചോദിച്ചപ്പോഴേക്കും, എനിക്കറിയില്ല മോളെ, കണ്ടില്ലേ, ഇത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതും. മോളെ, ഇവിടെ ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ അവളെ എനിക്ക് രക്ഷിക്കണമെന്ന യാതൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ രക്ഷിച്ചത് വേറൊന്നും കൊണ്ടല്ല, നിന്റെ അമ്മയല്ലേ, നിന്നെ പ്രസവിച്ചവളല്ലേ, നിന്റെ പെറ്റമ്മയല്ലേ, അതുകൊണ്ടാണ് മോളെ. അങ്ങനെയൊന്നും കിടന്ന് ചാകണ്ട എന്ന് കരുതി അതാ രക്ഷിക്കാമെന്ന് കരുതിയത് എന്ന് ശ്രീനിവാസ് അറിയിച്ചു. എനിക്ക് അവൾ മറ്റൊരാളെ വിവാഹം കഴിച്ചപ്പോ, എന്നെ തെറ്റിദ്ധരിച്ച് മറ്റൊരാളെ വിവാഹം കഴിച്ചപ്പോഴൊന്നും എനിക്ക് അവളോട് പകയോ ദേഷ്യമൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ മോളെ, നിന്നെ കൊല്ലാനായി അവൾ ശ്രമിച്ചപ്പോ അതാണ് എനിക്ക് അവളോട് പക തോന്നിയത്, എനിക്ക് അവളോട് വിദ്വേഷവും വെറുപ്പും തോന്നിയെന്ന് പറഞ്ഞതും ഇത് കേട്ട കൃഷ്ണ അതിശയത്തോടെ ചോദിച്ചു, എന്താ അച്ഛനെ പറയുന്നത്? എന്നെ കൊല്ലാൻ നോക്കിയെന്നോ? എന്റെ അമ്മയല്ലേ, എന്നെ അങ്ങനെ കൊല്ലാൻ കഴിയുവോ എന്ന് ചോദിച്ചപ്പോ ശ്രീനിവാസ പറഞ്ഞു, മോളെ, നിന്റെ അമ്മ പ്രസവിച്ചതാണെന്ന് ആ സത്യം അവൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ലല്ലോ. അവള് പറയുന്നത് എനിക്ക് ശാന്തിയിൽ ജനിച്ച കുട്ടിയാണ് നീ എന്നല്ലേ. പക്ഷേ സത്യം എന്താണെന്നത് അവൾ ഇപ്പോഴും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം
എന്റെ മോളെ അപായപ്പെടുത്താൻ അവൾ നേരിട്ട് വന്നു എന്ന് പറഞ്ഞപ്പോ കൃഷ്ണ ചോദിച്ചു, എന്നെ കൊല്ലാനോ? അല്ല, എന്നെ കൊല്ലാൻ വന്നെങ്കിൽ എന്നെ കൊല്ലാൻ വരുന്ന ആളെ ഞാൻ കാണണ്ടേ, അല്ലെങ്കിൽ ഞാൻ അറിയണ്ടേ അക്കാര്യം? പക്ഷെ ഞാൻ അതൊന്നും അറിഞ്ഞില്ലല്ലോ. എങ്ങനെയാ അച്ഛൻ ഇത് മനസ്സിലായത്? അച്ഛൻ എങ്ങനെയാ ഇത് അറിഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ശ്രീനിവാസ് പറഞ്ഞു, മോളെ, കഴിഞ്ഞ ദിവസം നമ്മള് വിഷുവിന്റെ അന്ന് വിഷുക്കണി കാണാനായി ക്ഷേത്രത്തിൽ പോകാൻ അവിടെ റൂം എടുത്ത് താമസിച്ചില്ലേ, അന്ന് ഞാൻ കണ്ടതാ ആ റെസ്റ്റോറന്റിലേക്ക് അവൾ എത്തിയിരുന്നു. എന്നിട്ട് പാലിൽ അവൾ മരുന്ന് കലർത്തി, എന്തോ വിഷം കലർത്തി എന്റെ മോൾക്ക് തരാനായിട്ട് അവൾ വന്നത്. അന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. മോളുടെ റൂമിന് മുന്നിൽ എത്തിയപ്പോ അവിടെ വെച്ച് ഞാനാണ് അവളെ പിടിച്ചു നിർത്തി അവിടെ നിന്ന് പറഞ്ഞയച്ചത്. എന്റെ മോളെ അപായപ്പെടുത്താൻ അവളെ ശ്രമിച്ചത്. അന്നു മുതലാണ് എനിക്ക് അവളോട് വെറുപ്പും വിദ്വേഷവും തോന്നിയത് എന്ന് ശ്രീനിവാസ് അറിയിച്ചു. ഇതെല്ലാം കേട്ടതും കൃഷ്ണ ആകെ ഞെട്ടലോടെ അന്ന് ഗാഥയെ കാണാനായിട്ട് സിത്താര മേഡം ചെന്നതാണ് എന്ന് കൃഷ്ണയ്ക്ക് മനസ്സിലായി. ഉടനെ കൃഷ്ണ പറഞ്ഞു, ഒരുപക്ഷെ അന്ന് അവിടെ വന്നത് എന്നെ കാണാനായിരിക്കില്ലായിരിക്കാം, പക്ഷെ സിത്താര മേഡം മറ്റാരെങ്കിലും കാണാൻ വന്നതാണെങ്കിലോ എന്ന് ചോദിച്ചപ്പോ ശ്രീനിവാസ് പറഞ്ഞു, അല്ല മോളെ, മോളുടെ റൂമിന്റെ മുന്നിൽ വെച്ചാണ് ഞാൻ അവളെ പിടികൂടിയത് എന്ന് ശ്രീനിവാസ് കൃഷ്ണയെ പറഞ്ഞ് മനസ്സിലാക്കി. എന്നാൽ അന്ന് സംഭവിച്ചതൊക്കെ അച്ഛന്റെ തെറ്റിദ്ധാരണയാണെന്നുള്ള കാര്യം കൃഷ്ണയ്ക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. ഇതേസമയം നവീനാകെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഫോണില് ഗാഥയുടെ നമ്പർ എടുത്ത് ഒന്ന് ഡയൽ ചെയ്തു. ഗാഥ നവീന്റെ ഫോൺ കോൾ വന്നപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചങ്ങ് നിൽക്കുമ്പോൾ ഗാഥയുടെ മനസ്സിലേക്ക് വന്നത് കൃഷ്ണയോടൊപ്പം അന്നൊരു രാത്രി കഴിഞ്ഞ നവീന്റെ ആ നിമിഷങ്ങളെ കുറിച്ച് ഓർത്ത് വീണ്ടും മനസ്സിലേക്ക് പകയരച്ചു കയറി. വേഗം കോൾ എടുത്ത് തനിക്ക് നവീനോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നും തന്നെക്കാളേറെ നവീൻ സ്നേഹിക്കുന്ന മറ്റു പലരെയുമാണ് എന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഫോൺ കട്ട് ചെയ്യുകയാണ് ഗാഥ. അപ്പോഴാണ് പുറത്തു പോയ സിത്താര കൊട്ടേഷന്റെ കാര്യം തൽക്കാലം മോളെ അറിയിക്കേണ്ട എന്നും അത് കൃഷ്ണയ്ക്കാ ലഭിച്ചതെന്ന്, പ്രത്യേകിച്ച് ശ്രീനിവാസും കൃഷ്ണയുമാണ് നേടിയെന്നുള്ള വിവരം അറിഞ്ഞാൽ ഒരുപക്ഷെ ഗാഥ മോൾക്ക് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്റെ തോൽവി അതൊരിക്കലും അവൾക്ക് ഉൾക്കൊള്ളാനാവില്ല എന്ന് സിനിയോട് അറിയിച്ചു. അതുകൊണ്ട് തൽക്കാലം ഇക്കാര്യം ഗാഥ മോൾ അറിയണ്ട എന്ന് പറഞ്ഞാണ് സിത്താരയും സിനിയും വീട്ടിലേക്ക് വന്നെത്തിയത്. സിത്താരയെ കണ്ടതോടെ അരികിലേക്ക് വന്ന ഗാഥ കാര്യം അന്വേഷിച്ചപ്പോ ആ കൊട്ടേഷൻ നമ്മൾ വേണ്ടെന്ന് വെച്ചുവെന്നും നമുക്ക് പറ്റിയ ഒരു കൊട്ടേഷൻ അല്ല അതെന്ന് മനസ്സിലായെന്നും സിത്താര പറഞ്ഞ് തൽക്കാലം അതിൽ നിന്ന് ഒഴിവായി. അങ്ങനെ സന്തോഷത്തോടെ ഗാഥ റൂമിലേക്ക് പോകുമ്പോഴാണ് സിത്താര സീനിയോട് പറഞ്ഞത്, എന്തായാലും കൃഷ്ണ, അവൾക്ക് ഒരു ഐശ്വര്യമുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് ശ്രീനിവാസിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മൾ എടുക്കേണ്ടിയിരുന്ന ടെൻഡർ അവൾ ഏറ്റെടുത്തല്ലോ. എന്തായാലും നോക്കാം, ഈ ബിസിനസ് അവളുടെ പേരിൽ ആരംഭിച്ചിട്ട് അതെങ്ങനെയാകുമെന്ന്. എന്റെ മനസ്സ് പറയുന്നത് അവൾക്ക് ദൈവാധീനമുള്ള അനുഗ്രഹമുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു കൊട്ടേഷനിൽ ആ ഒരു ടെൻഡർ ഏറ്റെടുത്തതിൽ അവൾ വിജയിക്കുമെന്നാണ് എന്ന് പറഞ്ഞ് അങ്ങനെ സിനിയോട് സിത്താര കൃഷ്ണയെ കുറിച്ച് സംസാരിച്ച് നിൽക്കുമ്പോൾ പുഞ്ചിരിച്ച് പിന്തിരിച്ച് നോക്കുന്ന സിത്താര കാണുന്നത് ഇതെല്ലാം കേട്ട് കലുതുള്ളി പിന്നിൽ നിൽക്കുന്ന ഗാഥയായിരുന്നു. നവീൻ തന്നെ ഫോൺ വിളിച്ച വിവരം മമ്മിയോട് പറയാനായി വന്ന സമയത്താണ് കൃഷ്ണയെക്കുറിച്ച് സിത്താര പറയുന്നത് കേട്ടത്. അതോടെ ഗാഥയുടെ മനസ്സിൽ വീണ്ടും പക ഇരട്ടിയായി. അവളെ എല്ലായിടത്തും തന്നെ തോൽപ്പിക്കുകയാണെന്നും അവളെ താൻ ഇല്ലാതാക്കുമെന്നും മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് ഗാഥ വേഗം സുനന്ദയുടെ അരികിലേക്ക് എത്തി. സുനന്ദയുടെ അടുത്തെത്തി സുനന്ദയുടെ കയ്യിലിരുന്ന കത്തി പിടിച്ചു വാങ്ങി സുനന്ദയുടെ കഴുത്തിന് നേരെ പിടിച്ചിട്ട് കൃഷ്ണ എവിടെയാണ് താമസിക്കുന്നതെന്നും തനിക്ക് അവളെ കാണണമെന്നും അറിയിച്ചപ്പോ ജീവനിൽ ഭയമുള്ളതുകൊണ്ട് ഒടുവിൽ സുനന്ദ കൃഷ്ണ ഏത് നാട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ള സത്യം പറഞ്ഞു കൊടുക്കുന്നു. ഉടനെ തന്നെ അവിടെ നിന്ന് ഗാഥ മമ്മിയുടെ അനുവാദം പോലും സ്വീകരിക്കാതെ വേഗം കാറുമെടുത്ത് ഗാഥ ചങ്ങാതിക്കടവിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോഴാണ് സുനന്ദ സിത്താരയുടെ അരികിലേക്ക് എത്തി അക്കാര്യം അറിയിച്ചത്. ഗാഥയ്ക്ക് കൃഷ്ണയെ കൊല്ലണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ സിത്താര വേഗം ഭയം മനസ്സിൽ കയറി കടന്നുകൂടിയതുകൊണ്ട് സിത്താരയുടെ മകളായ ഗാഥയുടെ സ്വഭാവ ഗുണങ്ങൾ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ എടുത്തുചാട്ടക്കാരിയായ ഗാഥ എന്തെങ്കിലും അബദ്ധം കാണിക്കുമോ എന്നുള്ള ആശങ്ക മനസ്സിനെ അലട്ടിയതിനാൽ സിത്താര വേഗം തന്നെ കൃഷ്ണയെ വിളിച്ചു പറയുന്നു. ഗാഥമോള് വന്നിട്ടുണ്ടെന്നും ഗാഥമോൾ ഒരു കാരണവശാലും ശ്രീനിവാസിന്റെ മുന്നിലേക്ക് എത്തരുതെന്നും മാത്രമല്ല അതോടൊപ്പം തന്നെ കൃഷ്ണയെ അപായപ്പെടുത്താനാണ് അവളുടെ ലക്ഷ്യമെന്നും അതുകൊണ്ട് സൂക്ഷിക്കണമെന്നും കൂടി അറിയിച്ചപ്പോ കൃഷ്ണ പറഞ്ഞു, എന്തിനാ മേഡം എന്നോട് സൂക്ഷിക്കണമെന്ന് പറയുന്നത്? എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ എന്നെ സംരക്ഷിക്കാനായിട്ട് എന്റെ അച്ഛനൊപ്പം ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ മേഡം പേടിക്കുന്നത് എന്നതായിരുന്നു കൃഷ്ണയുടെ ചോദ്യം. കൃഷ്ണയുടെ ചോദ്യങ്ങളൊക്കെ കേട്ട് സിത്താര പറഞ്ഞു, തൽക്കാലം മോൾ അവിടെ എത്തിയാൽ ശ്രീനിവാസ് ഒരു കാരണവശാലും എന്റെ മോളെ കാണാൻ പാടില്ല, അത് ശരിയാവില്ല എന്ന് ശ്രീനിവാസിനെ കണ്ടാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണ് എന്നുകൂടി സിത്താര കൃഷ്ണയെ അറിയിച്ചതുകൊണ്ട് തൽക്കാലം ഈ പ്രശ്നങ്ങളൊന്നും ഒരു കാരണവശാലും ഗാഥമോൾ അറിയരുതെന്നും ഗാഥമോളുടെ മുന്നിൽ ചെന്ന് കൃഷ്ണ പെടാതെ സൂക്ഷിക്കണമെന്നുകൂടി സിത്താര നിർദ്ദേശം നൽകി. അങ്ങനെ ഒരു മുന്നറിയിപ്പ് സിത്താര നൽകിയതോടെ ഇനിയും അവിടെ വന്ന് ഗാഥ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോംവഴി എന്താണെന്ന് കൃഷ്ണ തന്നെ കണ്ടെത്തിക്കൊള്ളാമെന്ന് സിത്താരയ്ക്ക് വാക്ക് നൽകുകയാണ്.